അപ്പോൾ ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബസ് സിമുലേറ്റർ അൾട്ടിമേറ്റ് ആണ്. അപ്പോൾ ഞാൻ കളിക്കാൻ പോകുന്നത് ഹിന്ദിയാണ്. പക്ഷേ എനിക്ക് കുറച്ചറിയാം. അതായത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കൂടാതെ ബെല്ലൈക്കൻ കൂടെ അമർത്തുക. നാഗ്പൂർ ടു അഹമ്മദാബാദ്. ഇത് പ്ലാനറ്റ് ബസ് നാഗ്പൂർ ടു ഗൈസാബാദ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇതുള്ളത്. നമ്മൾ കൂട്ടിയിട്ടുള്ള നാഗ്പൂരിലുള്ള റൂട്ടുകൾ. നമുക്ക് പൈസ ഒന്നുമില്ല. നമുക്ക് 9.4K പൈസയേ ഉള്ളൂ. പിന്നെ പോയിന്റ്സ് പറയണ്ടല്ലോ, 26 പോയിന്റ്സേ ഉള്ളൂ. നമ്മൾ എത്തിക്കുന്ന പേര് നാഷൻ ട്രാവൽ ബസ്. ഡ്രൈവറിൻ്റെ പേര് നമ്മളൊക്കെ പിന്നെ ആരാ. ഇത് ഇത്ര 2 മിനിറ്റോ 3 മിനിറ്റോ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത്ര നേരമായിട്ട് പോയിട്ടില്ല. നമ്മളിപ്പം എത്ര മിനിറ്റ് ആയി കാണും? ഒരു 3-4 മിനിറ്റ് ആയി കാണും. അപ്പോൾ സ്നോ സീസണാണ്. നമ്മൾ എന്തിനൊക്കെ ഹിന്ദി അറിഞ്ഞൂടാതെ സ്നോ സീസണാണ്. ആദ്യം തന്നെ നമുക്ക് വണ്ടി ഓൺ ചെയ്യാൻ നോക്കാം. നിങ്ങൾ നോക്കിയിരിക്കുന്നത് ഇടം കിട്ടുന്നില്ല. നമുക്ക് ക്യാമറ ഇത് കൊടുക്കാം. ഞാനിവിടെ ഫുഡ് കഴിക്കുകയാണ്. നിങ്ങളും അതേപോലെ എല്ലാ പോപ്കോണും കഴിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ആയിരിക്കും. സ്നോ അല്ലേ, അപ്പം AC ഉണ്ടല്ലോ, വേണ്ടല്ലോ. ഞാൻ
passengers. It is the departure time for the vehicle. Please take your seats. വിഷയമാണ് എനിക്ക് അത്രയ്ക്കും ചോട കൊടുക്കാൻ സ്കിപ്പായി ചോട മീൻസ് ഈ ആൾക്കാർക്ക് എന്താ പതി കയറിക്കൊണ്ടിരുന്ന ആൾക്കാർ നിൽക്കില്ലേ വരുന്നു. Let's get started. Drive safe. Let's get started. Drive safe. क्या आपके बस में एयर आपके उत्तर के लिए അങ്ങനെന്തോണ് എഴുതിയത്. ഈ സൂത്രം ശരിയാണെന്നാണ് ഇവർ പറഞ്ഞത്. കുറച്ച് തന്നെ റെഡ് കളറെല്ലാം കിടക്കുന്നു. അപ്പോൾ കുറച്ച് തന്നെ ബസ് റിയൽ ടൈപ്പ് പോലെ ഒരു ബസ്സല്ലേ. മീഡിയമിൻ്റെ നമുക്ക് ഓടോ ഇനി 100 മതി. നമ്മൾക്ക് എന്താ ഭയങ്കര വലിയ ഡ്രൈവറൊക്കെ അല്ലേ. 2 ശതമാനമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും 2 പ്രാവശ്യം ഇടിച്ചാൽ വണ്ടീൻ്റെ കഥ തീരും എന്ന് പറഞ്ഞാൽ തീരും. ഞാൻ തോന്നെ പ്രോ ഡ്രൈവർ ആണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കൊണ്ടിടിക്കും ഗൈസ്. അതാണ് എൻ്റെ ഇത്. ഈ വണ്ടി തുള്ളിച്ചാടി പോണെന്തിനാ? ഒരു പ്രാവശ്യം ഇടിക്കുമ്പോൾ കൂടും. കുറയുന്നതാണോ കൂടുന്നതാണോ ഞാൻ അത് ഇപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഞാൻ ശ്രദ്ധിക്കുന്നത് കേസ് കൂടും. കേസ് ഇങ്ങനെ നേരത്തെ 8 ആയിരുന്നു, ഇപ്പം 10 ആയി, ഇപ്പം 12 ആയി. കേസ് ഹിന്ദി വായിക്കാൻ അത്രയ്ക്ക് പറ്റുന്നില്ല. ഹിന്ദി മനസ്സിലാവുന്നില്ല. അതാണ്. അഥവാ ഹിന്ദി വായിക്കാൻ അറിഞ്ഞൂടാന്ന പോലെയല്ല, മനസ്സിലാവില്ല, അർത്ഥം മനസ്സിലാവില്ല. ഞാൻ ഈ ജോയ്സ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്നോ എടുക്കുന്ന ട്രക്കോ ഇത് ഞാൻ മുമ്പേ കളിച്ച പില്ലായിരുന്നല്ലോ. അല്ല സ്നോ ഒരു ഫ്ലൈറ്റ് അങ്ങോട്ട് പോകണം. ഒരു ഫ്ലൈറ്റ് ഞാൻ ഇതിലൊക്കെ കയറിട്ടുണ്ട്. എന്താ ബ്രോ അല്ലേ. ഹോൺ അടിക്കാനൊന്നും പെട്ടെന്ന് പറ്റത്തില്ല. എത്ര ഇവിടെ തോനെ 9 മിനിറ്റ് 10 മിനിറ്റ് അങ്ങോട്ടായി. ഞാൻ പറയാ താമസം ഇടിച്ചെന്ന് പറഞ്ഞാൽ ഇടിച്ച് ഭയങ്കര ഇതാണ്. ഒരു കൺട്രോൾ ഇല്ല, റേഞ്ച് ഇല്ലാത്ത പോലെ കളിക്കുക. റേഞ്ച് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ കളിച്ച് മൾട്ടിപ്ലെയറായിട്ട് കളിച്ചിടുന്നു പറഞ്ഞു.
ഇതേപോലെ വണ്ടികൾ നിൽക്കും. ഇതേപോലെ ഒരേണ്ട ശബ്ദമാണ് എനിക്കിഷ്ടമില്ലാത്തത്. ഇത് നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നെങ്കിൽ കമന്റ് ചെയ്യണം. ഇതെന്തിന് അത് ശരിയാണ്. ധന്യവാദം പറയും. നമ്മളെന്താ മരിക്കാൻ പോകുന്നു? എവിടെയെങ്കിലും പിടിച്ച് മരിക്കാൻ പോകുന്നു. അതുകൊണ്ടായിരിക്കും ധന്യവാദം പറയുന്നത്. ഗൈസ്, ആദ്യം വന്നത് ചെറിയൊരിതായിരുന്നു. അത് വായിച്ച് പറയാൻ. പിന്നെ അതല്ല, പിന്നെ ചെറുതായി വരുന്നു. ഇനി അടുത്ത് വലുതാണോ ചെറുതാണോ ദൈവത്തിനറിയാം. ഗൈസ്, ഇതേപോലെ വണ്ടികൾ നിന്റെ പോലെയൊന്നും അല്ലടാ. പുറത്ത് മഴ പെയ്യുന്നു, ഇവിടെ സ്നോഫാള് ഭയങ്കര. പുറത്ത് മഴ പെയ്യുന്നു, നല്ല വലിയ മഴ പെയ്യുന്നു. ഗൈസ്, തകർത്തുള്ള ഒരു മഴയാണ്. ഗൈസ്, നമുക്ക് ഇതെന്തായാലും 2 പാർട്ടായിട്ട് ഇടേണ്ടി വരും. ഇത് തോനെ ദൂരമുണ്ട്. ഇനി 210 തോനെ കിലോമീറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ വെച്ചെങ്കിലും എവിടെയെങ്കിലും വെച്ച് നിർത്തേണ്ടി വരും. സ്നോ പോരുന്ന വണ്ടികളാണ് കഷ്ടപ്പാടുണ്ടാക്കുന്നത്. ആണെന്നാണ് ഉദ്ദേശിച്ചത് ആളിവര്. നിർത്താം, ഒരു നല്ല സ്ഥലം നോക്കിയിട്ട് നിർത്താം. ഇതെന്താ ഇപ്പം ഹോൺ അടിക്കുന്ന പോലും കേൾക്കത്തില്ല. വണ്ടിയുടെ ബാക്കിൽ നിന്നാണ് ഹോൺ അടിക്കുന്നത്. കേസ് ഇതേപോലത്തെ വല്ല ക്വസ്റ്റ്യനും വരണമെങ്കിൽ പേടിക്കേണ്ടതുണ്ട്. ഉത്തര പറയാനുള്ളായിരുന്നെങ്കിൽ പെട്ടാനെ. ഇടിക്കില്ലെന്ന് പറഞ്ഞാൽ ഇടിക്കും. ഭയങ്കര ഇതാണ് ഈ വണ്ടി. ഒരു 15-16 മിനിറ്റായി കാണും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഓടോ അവൻ വഴിയിൽ കയറിയിരിക്കും. നമ്മൾ വൈൻ്റെ പേ ഒരു സ്ഥലം നോക്കുമ്പോഴാണ് അവൻ്റെ സാറല്ലേ കൊടുക്കുന്നത്. ഈ വണ്ടി ഫുള്ള് ക്ലിച്ചാണ്. ബാക്കിലോട്ട് പോയി എനിക്ക് പാർട്ട് 1 ഈസി ആയിരുന്നു ഹിന്ദിയൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ. ഇനി പാർട്ട് 2 നമ്മൾ കളിക്കുമ്പോൾ എന്തരായിരിക്കും. ഹിന്ദി വല്ലതും വരണമെങ്കിൽ പിന്നൊന്നും പറയണ്ട, കഥം ഹോകെ. നമ്മളിപ്പോൾ 106 സ്പീഡിലാണ് പോകുന്നത്. പാർട്ട് 2 വേണ്ട, ഇടിക്കില്ലെന്ന് ഗൈസ്, ഒരു കൺട്രോൾ ഇല്ല. ഇനി കുറച്ച്
പഴയ ബസ് സിമുലേറ്റർ അൾട്ടിമേറ്റ് ഉണ്ടല്ലോ, അത് ഇംഗ്ലീഷാണ്. ഇതെന്താ ഹിന്ദി? എനിക്ക് ഹിന്ദി പോലും ഒന്ന് വായിക്കാൻ പറ്റുന്നില്ല. മൈ ജവാനി എന്തോ പറയുന്നുണ്ട്. വണ്ടി കയറുന്നില്ല, കയറിയാൽ നമുക്കൊരു സമാധാനം കിട്ടും. ഇതെന്താ വീണ്ടും വന്നു? ക്വസ്റ്റ്യൻ പോലും വായിക്കാ ക്വസ്റ്റ്യൻ എടുത്തു. ക്വസ്റ്റ്യൻ എന്താ ഞാൻ ഇത് വായിച്ച് ഉത്തരം കണ്ടുപിടിക്കട്ടെ. പോയി. ഞാൻ വായിച്ച് ഉത്തരം കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. നമ്മളൊക്കെ എന്താ ഹിന്ദി വായിക്കാൻ നമ്മൾ ആരാണ്? ഇനി 47 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ നാഗ്പൂർ ടു ഭോപ്പാലാണോ കൊടുത്തത്? മറന്നുപോയി ഗേസ്, എല്ലാം മറവി. എനിക്ക് മറന്നു പോണു ഗേസ്, ഓർത്ത് വെച്ചു. ഗേസ് ഇനി നമുക്ക് പറക്കും തെളിഞ്ഞ് പറക്കം തെളിങ്ങിയ പോലെ നമ്മൾ പറന്ന് അങ്ങനെ 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 നമ്മൾ പോകുമ്പോൾ പല പല കാഴ്ചകൾ. ഒരു ബിൽഡിങ്ങിൽ താഴെ പലചരക്ക് കട, പിന്നെ വീടിൻ്റെ കടയിൽ, പിന്നെ ഇൻഡിക്കേറ്റർ. അല്ലെങ്കിൽ പോലീസ് പിടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ നല്ല നമ്മൾ നേരത്തെ എണീറ്റ് പോയി. ഇതാണ് എനിക്ക് പാട്. ഇതെന്താ കേസ്? ഇതിന്റെ ആൻസറിനെ കണ്ടുപിടിക്കട്ടെ. 2000 years later. ഗൈസ് ഞാൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇത് പോയി. ഇതാണ് ഇതിന്റെ ഇത് കളിച്ചിട്ടുള്ളവർ പറയും ഇതെന്താ ഗൈസ്? You have reached your destination. എന്തിനാ പറഞ്ഞേ? കൺട്രോൾ കിട്ടുന്നില്ല. ഇവിടെ എത്തിയപ്പോൾ റേഞ്ച് പോയോ? റേഞ്ചൊക്കെ വേണ്ടി. നമ്മളൊരു ഫോൺ ഓഫ് ആവത്ത പോലും ഇല്ല. ഇതെന്താ പടമായിട്ടുള്ള ഫോണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വീണ്ടും എന്തൊരു ജോടെ അത് കൊടുക്കാം, സ്റ്റിക്ക് കൊടുക്കാം. ഗൈസ് നമ്മൾ സ്റ്റാർ മാർക്ക് കൊടുക്കാം. 2 സ്റ്റാർ ഇത്ര കഷ്ടപ്പെട്ട് കളിച്ചിട്ട് എന്തായാലും ആവട്ടെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.